Hi students, today we shall try to solve some numerical problems related to resistors in series. Okay, first question is an electric lamp whose resistance is 20 ohm and a conductor of 4 ohm resistance are connected to a 6 volt battery. Calculate total resistance of the circuit, current through the circuit and potential difference across the electric lamp and conductor. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന്റെ കൂടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ടക്ടർ 4 ഓം ഉള്ളത്, ഇലക്ട്രിക് ലാമ്പ് 20 ഓം ഉള്ളത്, ബാറ്ററി 6 വോൾട്ട്, അമ്മീറ്റർ, കീ. ഇവിടെ ഐ കറന്റ് ആണ്, അതിന്റെ ഡയറക്ഷൻ കാണിച്ചുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ വാല്യൂസ് വന്നിട്ടുണ്ട് ഈ പ്രോബ്ലത്തില്? ഇലക്ട്രിക് ലാമ്പ് whose resistance is 20 ohm and a conductor of 4 ohm resistance. ഇപ്പൊ രണ്ട് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. 20 ഓം ഉള്ളത് ഇലക്ട്രിക് ലാമ്പും അതേപോലെ തന്നെ 4 ഓം ഉള്ള കണ്ടക്ടറും. അപ്പോ 20 ഓം ഒരു റെസിസ്റ്റൻസ് ഇതാണ്, പിന്നെ 4 ഓം വേറെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് R1 ഒന്ന് R2. ഇനി എന്താ പറയുന്നത്? കണക്റ്റഡ് ടു എ 6 വോൾട്ട് ബാറ്ററി. 6 വോൾട്ട് ബാറ്ററി എന്നുണ്ട്, അതായത് 6 വോൾട്ട് എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അതിന്റെ സിമ്പിൾ വി. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോ 20 ഓം റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ 4 ഓം റെസിസ്റ്റൻസ്, അങ്ങനെ രണ്ട് റെസിസ്റ്റൻസ് വന്നിട്ടാണ്. ഒന്നിന് R1 കൊടുത്തിരിക്കുക, മറ്റൊന്ന് R2. പിന്നെ ഇവിടുത്തെ ബാറ്ററിയുടെ വോൾട്ട് പറഞ്ഞിട്ട് 6 വോൾട്ട് ബാറ്ററി, അതായത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് V = 6 വോൾട്ട്. ഇനി എന്താ ചോദിച്ചുള്ളത്? കാൽക്കുലേറ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് 4 ഓം ഉണ്ട്, 20 ഓം ഉണ്ട്. ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് R = ക്വസ്റ്റ്യൻ മാർക്ക്. അവിടെ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, R1 ഉണ്ട്, R2 ഉണ്ട്. അങ്ങനെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? R = R1 + R2. മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ R1 + R2 + R3, 4 ഉണ്ടെങ്കിൽ R1 + R2 + R3 + R4. ഇവിടെ രണ്ടെണ്ണം ഉള്ളൂ. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് വന്നാൽ R1 + R2. ഓക്കെ, കാരണം ഇവിടെ രണ്ടെണ്ണം, ഒന്ന് 4 ഓം മറ്റൊന്ന് 20 ഓം. അതായത് R = R1 എത്രയാണ്? 20 + R2 എത്ര? 4 = 24 ഓം. ഇതാണ് ഒന്നാമത്തെ ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ ഉള്ളത്? കാൽക്കുലേറ്റ് കറന്റ് ത്രൂ ദി സർക്യൂട്ട്. സർക്യൂട്ടിലേക്കുള്ള കറന്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കറന്റ് I = ക്വസ്റ്റ്യൻ മാർക്ക്. ഐ കാണുന്ന ഇക്വേഷൻ അറിയാലോ. ഓംസ് ലോ പ്രകാരം I = V/R. I = V/R. അപ്പൊ ഇതിലെ കറന്റ് ഐ ആണ്, വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ആർ എന്ന് പറഞ്ഞാല് റെസിസ്റ്റൻസ് എന്നാൽ ഇവിടെ സർക്യൂട്ടിലേക്കുള്ള കറന്റിലേക്കാണ്. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്, ഐ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ വന്നിട്ടില്ല, അപ്പൊ അങ്ങോട്ട് തന്നെ എഴുതി = വി. വി തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ എത്ര വന്നിട്ടുള്ളത്? 6 വോൾട്ട് ആണ്. അപ്പൊ 6 എഴുതി 6/6/R. ക്വസ്റ്റ്യൻ കറന്റ് ത്രൂ ദി സർക്യൂട്ട് ആണ്. സർക്യൂട്ടിലൂടെ കറന്റ് കാണാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടേണ്ടത് R ആണ്. റെസിസ്റ്റൻസ് എത്ര ഇവിടെ കിട്ടിയുള്ളത്? 24. 6/24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 ആണ് ഇതിന്റെ ആൻസർ. അതിന് കറന്റ് ആണ്, അപ്പൊ കറന്റ് യൂണിറ്റ് ആംപിയർ. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ഇലക്ട്രിക് ലാമ്പ് ആൻഡ് കണ്ടക്ടർ. മൂന്നാമത്തെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇലക്ട്രിക് ലാമ്പ് ആൻഡ് കണ്ടക്ടർ. ഇലക്ട്രിക് ലാമ്പിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കാണണം, കണ്ടക്ടറിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇലക്ട്രിക് ലാമ്പ്. ഷോർട്ട് ആയിട്ട് ലാമ്പ് തരുന്നു. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബി ആണ്. ഓംസ് ലോ പ്രകാരം ബി കാണാൻ ഇക്വേഷൻ എന്താ? I × R. ഓംസ് ലോ പ്രകാരം V = I × R ആണ്. വി ആണ് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വി അങ്ങോട്ട് എഴുതി = I. കറന്റ് നമ്മൾ നേരത്തെ കിട്ടിയല്ലോ. കറന്റ് എത്രയാണ്? 0.25 × R.
ആർന്ന റെസിസ്റ്റൻസ് ആണ്. നേരത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ല, ഇവിടെ എന്താണ് ലാമ്പിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ലാമ്പ് ഇവിടെയാണ്, അപ്പോ ഇവിടുത്തെ റെസിസ്റ്റൻസ് 20 ആണ്, ഇവിടെ ആണ് 20. അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ ചെയ്യാം. നേരത്തെ നമ്മൾ R1 ആക്കുന്ന രീതിയിലെ അതിലെ 20 തന്നെ എഴുതിയിട്ടാണ് R1 ആണ്. അപ്പൊ വേണമെങ്കിൽ R1 കൊടുക്കുക. അപ്പൊ 0.25 × 20, അതായത് 0.25 × 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5. ഇത് വോൾട്ടേജ് ആണ്, പിന്നെ യൂണിറ്റ് V. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യനില് കാണാൻ ബാക്കിയുള്ള എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് കണ്ടക്ടർ. അപ്പൊ 3-ല് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ലാമ്പ് ഉണ്ട്, ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് കണ്ടക്ടർ ഉണ്ട്. അപ്പോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് കണ്ടക്ടർ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് V ആണ്, ഇസിക്കൽ ടു ഓംസ് ലോ പ്രകാരം V ഇസിക്കൽ ടു I × R ആണ്. V കാണാൻ പറഞ്ഞതാണ്, എന്നിട്ട് എഴുതി I നേരത്തെ കിട്ടിയതാണ്. സർക്കിളിൽ കരുതുന്നതിനാൽ 0.25 ആണ് ഇൻറ്റു R. ഇവിടെ R ഏതാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് കണ്ടക്ടർ ആണ്, കണ്ടക്ടർ ഇതാണ്. അതായത് ഇവിടുത്തെ R റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 ഓം ആണ്. അപ്പൊ 4, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ R1 ആക്കുന്ന രീതിയിൽ R2 ആണ് ഇവിടുത്തെ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്. അപ്പൊ വേണമെങ്കിൽ ഇത് I × R എന്നുള്ളത് R2 കൊടുക്കുക. ഫിസിക്കൽ ടു 0.25 × 4, അതായത് 1 വോൾട്ടേജ് ആണ്, യൂണിറ്റ് V. ഓക്കെ, our next numerical problem to solve is draw a schematic diagram of a circuit consisting of a battery of 3 cells of 2 volt each, a 5 ohm resistor, an 8 ohm resistor and a 12 ohm resistor and a plug key, all connected in series. അപ്പോൾ നമ്മളോട് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഡയഗ്രാമത്തില് ഒരു ബാറ്ററി ഉണ്ട്, 3 സെല്ലുള്ള, ഓരോ സെല്ലിനും 2 വോൾട്ട് ആണുള്ളത്. പിന്നെ ഒരു 5 ഓം റെസിസ്റ്റർ ഉണ്ട്, ഒരു 8 ഓം റെസിസ്റ്റർ ഉണ്ട്, പിന്നെ 12 ഓം റെസിസ്റ്റർ, അങ്ങനെ 3 റെസിസ്റ്ററുകൾ ഉണ്ട്. പിന്നെ പ്ലഗ് കീ ഉണ്ട്. എല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിൽ ആദ്യം പറയുന്നത് എന്താണ്? Draw a schematic diagram of a circuit consisting of a battery of 3 cells. 3 സെല്ലാണ് ഇതിലുള്ളത്. അപ്പൊ സെല്ലിന്റെ സിമ്പൽ ഒരു വലിയ വരയും ഒരു ചെറിയ വരയാണ്. വലിയ വര പോസിറ്റീവ് ടെർമിനലിനെ, ചെറിയ വര നെഗറ്റീവ് ടെർമിനൽ സൂചിപ്പിക്കും. അങ്ങനത്തെ എത്ര ഉണ്ട്? 3 സെല്ല്. 1, 2, 3, അങ്ങനെ 3 സെല്ല്. ഇതിൽ ഓരോന്നിനും വോൾട്ട് എത്രയാണ്? 2 വോൾട്ട് ആണ്. ഓരോന്നിനും 2 വോൾട്ട്. ഓരോന്നിനും 2 വോൾട്ട് ഇങ്ങനെ മൊത്തം 3 സെല്ലിന് എത്രയായി? 6 വോൾട്ട്. 6 വോൾട്ട് അല്ലേ? ഓക്കെ, ഇനി എന്താ പറയുന്നത്? 2 വോൾട്ട് ഈച്ച്, a 5 ohm resistor. അവിടെ വെച്ചു. ഇത് 5 ohm. പിന്നെ ഒരു 8 ohm resistor. 8 ohm resistor. പിന്നെ എന്താ പറയുന്നത്? 12 ohm resistor. 12 ohm resistor and a plug key. Plug key. All are connected in series. അപ്പൊ ഇതൊക്കെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഉള്ള സാധനങ്ങൾ. അപ്പോ വരച്ചുള്ളത് ഇതാണ് നമ്മോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഒരു ബാറ്ററി, സെല്ലിൽ ഒരു ബാറ്ററി ഉണ്ട്. അതില് 3 സെല്ലാ ഉള്ളത്. 1, 2, 3. ഓരോ സെല്ലിന് 2 വോൾട്ട് ആണ്. അപ്പൊ 3 ഓരോ 2 വോൾട്ട് ആണെങ്കിൽ മൊത്തം 6 വോൾട്ട്. പിന്നെ ഒരു 5 ഓം റെസിസ്റ്റർ, 8 ഓം റെസിസ്റ്റർ, പിന്നെ 12 ഓം റെസിസ്റ്റർ, ഇതൊക്കെ സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു കീ. അപ്പൊ കറന്റ് ഡയറക്ഷനിൽ കാണിക്കണം. അതുപോലെ സെല്ല് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. കറന്റ് ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ? അപ്പൊ കറന്റ് ഡയറക്ഷനും കാണിക്കണം. പോയിട്ട് കറന്റ് വേണമെങ്കിൽ okay. Then our next question to solve is redraw the circuit of question 2, putting in an ammeter to measure the current through the resistor and a voltmeter to measure the potential difference across 12 ohm resistor. What would be the readings in the ammeter and the voltmeter? ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എന്തൊക്കെ ഉണ്ടായില്ലേ? റീഡ്രോ ദ സർക്യൂട്ട് ഓഫ് ക്വസ്റ്റ്യൻ 2. അപ്പോ നേരത്തെ ക്വസ്റ്റ്യനുള്ള
പിക്ചറാണിത്. ഇത് വീണ്ടും മാറ്റി വരയ്ക്കാനാ പറഞ്ഞത് റീഡ്രോ. എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തേണ്ട എന്താണ്? പുട്ടിങ് ആൻഡ് അമ്മീറ്റർ. അമ്മീറ്റർ ഉൾപ്പെടുത്തണം ടു മെഷർ കറന്റ്. അമ്മീറ്റർ ഈ സർക്യൂട്ട് ഇത് പിക്ചറിൽ ഉൾപ്പെടുത്തണം. അമ്മീറ്റർ നമുക്കറിയാലോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സാധനമാണ്. വോൾട്ട് മീറ്റർ ആണെങ്കിൽ പാരലൈറ്റ് ആണ്. ഇവിടെ അമ്മീറ്റർ ഇതിൽ കണക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ കണക്ട് ചെയ്യും. അമ്മീറ്റർ ഇവിടെ എവിടെയും കൊടുക്കുക, നമുക്ക് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തേണ്ടതല്ലേ. അപ്പൊ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അമ്മീറ്റർ. അമ്മീറ്ററിന് പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. അപ്പൊ അത് സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലാണ് ഇവിടെ വരുന്നത്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അമ്മീറ്റർ ഇവിടെ വേണമെന്നില്ല, ഇവിടെ കൊടുക്കുക, ഇവിടെ ഒക്കെ കൊടുക്കുക. ഇതൊക്കെ സീരീസ് കണക്ഷൻ ആണല്ലോ. അപ്പൊ ഒന്ന് ചെയ്യും. ഇനി എന്തായാലും പറയുന്നത് എ വോൾട്ട് മീറ്റർ ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 12 ഓം റെസിസ്റ്റർ. ഇനി ഒരു വോൾട്ട് മീറ്റർ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാണ് പറഞ്ഞുള്ളത്? 12 ഓം റെസിസ്റ്റർ അവിടെയാണ് പറഞ്ഞുള്ളത്. നോക്കാം, 12 ഓം എവിടെയാണ്? ഇവിടെ അല്ലേ. ഇവിടെ ഒരു അപ്പൊ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വോൾട്ട് മീറ്റർ എങ്ങനെയാണ് സർക്കിൾ ഇൻക്ലൂഡ് ചെയ്യുക? പാരലൈറ്റ് ആണ്. അപ്പോ ഇവിടെ വോൾട്ട് മീറ്റർ സർക്കിൾ ഇൻക്ലൂഡ് ചെയ്തു. ഇനി ഇതിനും പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. ഇവിടെ നോക്കാം, സെല്ലിന്റെ പോസിറ്റീവ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യനില് ഇനി എന്തൊക്കെ പറയുന്നത്? വാട്ട് വുഡ് ബി ദ റീഡിങ്സ് ഇൻ ദി അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ. അമ്മീറ്ററിലെയും വോൾട്ട് മീറ്ററിലെ റീഡിംഗ് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ അമ്മീറ്റർ ഇതാ, ഇതിലെ റീഡിംഗ് എന്താണ്? വോൾട്ട് മീറ്റർ ഇതാ, ഇതിന്റെ റീഡിംഗ് എന്താ ചോദിക്കുന്നത്. അപ്പൊ ആദ്യത്തെ അമ്മീറ്റർ റീഡിംഗ് ആണ് ചോദിക്കുന്നത്. അമ്മീറ്റർ റീഡിംഗ് ചോദിക്കുന്നത്. അമ്മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ അമ്മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? ടു മെഷർ ദ കറന്റ് ഇൻ ദി സർക്യൂട്ട്. സർക്യൂട്ടിലെ കറന്റ് കാണാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് അമ്മീറ്റർ. അതായത് കറന്റ് തന്നെ ഐ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഐ ഈസ് ടു ക്വസ്റ്റ്യൻ. അപ്പൊ ഐ കാണുന്ന ഇക്വേഷൻ എന്താ? ഐ ഈസ് ഈക്വൽ ടു ഓംസ് ലോ പ്രകാരം അറിയാം V ബൈ R. ഇവിടെ V എത്രയാണ്? 6 വോൾട്ട് ആണ്. is equal to 6 by R. R എത്രയാണ്? റെസിസ്റ്റൻസ് ആണ് സർക്യൂട്ടിലെ. കാരണം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് സീരീസ് കണക്ഷനിലെ അതിന്റെ പ്രത്യേക കറന്റിന്റെ പ്രത്യേകത കറന്റ് ഈസ് പാസ്ഡ് ത്രൂ കറന്റ് ഫ്ലോസ് ത്രൂ ഓൾ ദ റെസിസ്റ്റേഴ്സ്. അപ്പൊ ഇവിടെയുള്ള 3 റെസിസ്റ്ററിൽ കൂടിയും കറന്റ് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് തന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോ ആ തന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് അവിടെ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? 1, 2, 3 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ R is equal to R1 plus R2 plus R3. ഇതില് R1 5 plus R2 8 plus R3 തന്നെ 12. അതായത് 25 ഓം. ഇതാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്. ആറിന്റെ സ്ഥാനത്ത് 25 വരും. 6 by 25 തന്നെ 0.24. ഇത് കറന്റ് ആണ്. അപ്പൊ കറന്റിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? വോൾട്ട് മീറ്റർ റീഡിംഗ് ആണ് ഇനി കാണാൻ പറയുന്നത്. വോൾട്ട് മീറ്റർ റീഡിംഗ്. വോൾട്ട് മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ് അക്രോസ് ദി റെസിസ്റ്റർ. അപ്പോ V ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിലെ വോൾട്ടേജ് ആണ്. V is equal to ഓംസ് ലോ പ്രകാരം നിങ്ങൾക്ക് V is equal to I into R. ഇവിടെ I എത്രയാണ്? നേരത്തെ കിട്ടിയാണല്ലോ 0.24. ഇവിടെ R റെസിസ്റ്റൻസ്. ഏതാണ് റെസിസ്റ്റൻസ്? വോൾട്ട് മീറ്റർ എവിടെയാണുള്ളത്? 12 ഓം റെസിസ്റ്റർ ആണ്. അക്രോസ് 12 ഓം റെസിസ്റ്റർ. ഇവിടുത്തെ വോൾട്ട് മീറ്റർ റീഡിംഗ് തന്നെ ഇവിടെ വോൾട്ട് മീറ്റർ റീഡിംഗ് കിട്ടുന്നത് എവിടുന്നാണ്? ഈ 12 ഓം റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി കിട്ടുക. അപ്പൊ അതോടെ ചോദിച്ചുള്ളത്. അപ്പോ ഇൻഡു R തന്നെ 12 ആണ് ഇവിടെ. 0.24 into 12 എത്ര കിട്ടും? 2.88. അതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്. ഇതിന്റെ യൂണിറ്റ് വോൾട്ട് V. ഇതാണ് ഇവിടുത്തെ ആൻസർ. അതായത് ഇവിടെ V is I into R ല് I കറന്റ് ആണ്. നേരത്തെ കിട്ടി 0.24. ഇവിടുത്തെ R എന്ന് പറഞ്ഞ സാധനം ടോട്ടൽ റെസിസ്റ്റൻസ് അല്ല. അത് ശ്രദ്ധിക്കണം. കാരണം വോൾട്ട് മീറ്റർ റീഡിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. വോൾട്ട് മീറ്റർ എവിടെയാണത്? 12 ഓം റെസിസ്റ്ററിലാണ്. അപ്പൊ ഈ റെസിസ്റ്റൻസ് അവിടെ വരേണ്ടത് ഈ റെസിസ്റ്റൻസ് ആണ്. അതാണ് 12. Okay. Our fourth question to solve is 3 resistors of 5 ohm, 10 ohm and 15 ohm are connected in series
and the combination is connected to the battery of 30 volt. Ammeter and voltmeter are connected in the circuit. Draw a circuit diagram to connect all the devices in proper correct order. What is the current flowing and the potential difference across 12 ohm resistance? അപ്പോൾ ഇതില് ചിത്രം വരയ്ക്കാനുണ്ട്, പിന്നെ കറന്റും പൊട്ടൻഷ്യൽ ഡിഫറൻസും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം ചിത്രം വരയ്ക്കുന്നത് നോക്കാം. ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? 3 resistors of 5 ohm, 10 ohm and 15 ohm are connected in series. അപ്പോൾ സീരീസ് ആയിട്ട് 3 റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. 1 2 3 ഓം 3 റെസിസ്റ്റേഴ്സ് ഇവിടെ കണക്ട് ചെയ്യുന്ന എത്രയൊക്കെയാണ്? ഒന്ന് 5 ഓം, പിന്നെ ഉള്ളത് 10 ഓം, പിന്നെ 15 ഓം. These 3 resistors are connected in series and the combination is connected to a battery of 30 volt. അപ്പോൾ ഒരു ബാറ്ററിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് 30 വോൾട്ട് ഇത് ഇതിനെ കണക്ട് ചെയ്യുന്നത്. നമ്മൾ വരക്കാം അങ്ങനെ കാണിച്ചു. സെല്ലിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ 30 വോൾട്ട് ബാറ്ററി ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി എന്താ പറയുള്ളത്? അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ ആർ കണക്റ്റഡ് ഇൻ ദി സർക്യൂട്ട്. അപ്പോൾ അമ്മീറ്ററും വോൾട്ട്മീറ്ററും സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യാൻ നമുക്കറിയാലോ, സീരീസ് ആയി കണക്ട് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം അമ്മീറ്റർ, ഇത് പ്ലസ് മൈനസ്. അമ്മീറ്റർ ഇവിടെ കൊടുത്തോളന്നില്ല, ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഭാഗത്ത് എവിടെ കൊടുക്കാൻ പറ്റും. സർക്യൂട്ടില് സീരീസ് ആയി കൊടുക്കുന്നതല്ലേ. ഇനി വോൾട്ട്മീറ്ററും സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. വോൾട്ട്മീറ്റർ നിങ്ങൾക്കറിയാം, ഇതിനുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. മാത്രമല്ല സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? പാരലൈറ്റ് ആണ്. അപ്പോ പാരലൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്, ഇതാണ് ഇവിടുത്തെ റെസിസ്റ്റേഴ്സ്. അപ്പോ ഇവിടുന്ന് വോൾട്ട്മീറ്റർ ഇങ്ങനെ കണക്ട് ചെയ്യാം. എന്നാൽ അങ്ങനെ തന്നെ ആണെന്നും കൂടി ഒന്നുകൂടി നോക്കുക. ക്വസ്റ്റ്യൻ: ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം ടു കണക്ട് ഓൾ ദ ഡിവൈസസ് ഇൻ പ്രോപ്പർ കറക്റ്റ് ഓർഡർ. വാട്ട് ഈസ് ദ കറന്റ് ഫ്ലോയിങ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 10 ഓം റെസിസ്റ്റൻസ്? ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 10 ഓം റെസിസ്റ്റർ സൂചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്പോൾ വോൾട്ട്മീറ്റർ ഇവിടെയാണ് കണക്ട് ചെയ്യല് നല്ലത്. അപ്പോൾ ഇതിന്റെ പ്ലസ് എവിടെ ആയിരിക്കും? സെല്ലിന്റെ പ്ലസ് ഇവിടെയാണ്. അപ്പൊ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഇനി എന്താണത്? ഇതില് പിക്ചറിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ സർക്യൂട്ടിൽ നമുക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടല്ലോ. എന്താണത്? ഒരു കീ വേണം. അതായത് ക്ലിക്ക് കീ കൊടുക്കുക. ഇത് എല്ലാം സീരീസ് ആണ്. ഇതാണ് ഇവിടെ വരയ്ക്കാൻ പറയുന്ന പിക്ചർ. ഇതില് വോൾട്ട്മീറ്റർ നമ്മള് 10 ഓം റെസിസ്റ്ററിനെ അക്രോസ് ആയിട്ടാണ് ഇവിടെ വോൾട്ട്മീറ്റർ കൊടുത്തിട്ടുള്ളത്. സാധാരണ സർക്യൂട്ടിൽ ഒരു വോൾട്ട്മീറ്റർ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ 3 റെസിസ്റ്ററുകൾക്ക് പാരലൈറ്റ് ഇവിടെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ കൊടുക്കാം. പക്ഷെ പിന്നെ എന്താ പ്രശ്നം വെച്ചാല് ഈ ഗതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 10 ഓം റെസിസ്റ്റർ? ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 10 ഓം റെസിസ്റ്റർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വോൾട്ട്മീറ്റർ ഇവിടെ കണക്ട് ചെയ്താൽ മതി. ഇനി എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ കറന്റ് ഫ്ലോയിങ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 10 ഓം റെസിസ്റ്റൻസ്? രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഒന്ന് കറന്റ്, ഇവിടുത്തെ സർക്യൂട്ടിലെ കറന്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് 10 ഓം റെസിസ്റ്ററിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കറന്റ് ആണ്. അതായത് കറന്റ് എന്ന് പറഞ്ഞാൽ I is equal to ക്വസ്റ്റ്യൻ മാർക്ക്. ഓംസ് ലോ പ്രകാരം നമുക്കറിയാം I is equal to V by R. I is equal to V by R. ഇതിന് I കാണാൻ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ എഴുതി ഈക്വൽസ് V. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 30 വോൾട്ട് ആണ്. 30 by R. R എത്രയാണ് ഇവിടെ? ഇവിടെ R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. 3 റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പൊ സർക്യൂട്ടിൽ കറന്റ് നേരത്തെ പറഞ്ഞ പോലെ സീരീസ് കണക്ഷൻ പ്രത്യേകത എന്താണ്? സെയിം കറന്റ് ഈസ് പാസ് ത്രൂ ഓൾ റെസിസ്റ്റേഴ്സ്. അവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടിയത്. അപ്പോ 1 2 3 റെസിസ്റ്ററുകൾ ഉണ്ട്. R is equal to R1 plus R2 plus R3. അതായത് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 plus R2 10 plus R3 15. അതായത് 30 ഓം. ഇവിടെ R സ്ഥാനത്ത് 30 എഴുതാം. അപ്പോ 30 1 കറന്റ് ആണ്, യൂണിറ്റ് ആംപിയർ. ഓക്കെ. ഇനി ഇവിടെ എന്താ ചോദിച്ചുള്ളത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 10 ഓം റെസിസ്റ്റൻസ്. രണ്ടാമത്തെ ചോദ്യം
പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി ആണ്. വി ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാലോ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംസ് ലോ പ്രകാരം വി ടു ഐ ഇൻറ്റു ആർ. ഇതില് വി ആണ് കാണാൻ പറഞ്ഞുള്ളത്. അങ്ങനെ എഴുതി സിഗറ്റ് ഐ. ഇനി ഐ എത്രയാണ് ഇവിടുത്തെ കിട്ടിയിട്ടുള്ളത്? 1 ആംപിയർ ആണ് ഇൻറ്റു ആർ. ഇവിടെ ആർ ഏതാണ്? കാരണം ചോദ്യം എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 10 ഓം റെസിസ്റ്റൻസ് അല്ലെങ്കിൽ 10 ഓം റെസിസ്റ്റർ. അപ്പൊ ഇവിടെ ഇതാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്. അതായത് വേണമെങ്കിൽ നമുക്ക് ഇത് R1, വേണമെങ്കിൽ ഇത് R2 എന്ന് വേണമെങ്കിൽ കൊടുക്കുക, R2. അപ്പൊ ഇവിടെ R2 എന്ന് പറഞ്ഞാൽ 10. 1 into 10, 10. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അതായത് V. ഇതാണ് ആൻസർ. ഓക്കെ. Our next question, that is fifth question to solve is a picture. Picture തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ പറയുന്ന find out the readings of ammeter and voltmeter in the circuit. അപ്പോൾ ഈ സർക്യൂട്ടിലെ അമ്മീറ്റർ റീഡിങ്ങും വോൾട്ട്മീറ്റർ റീഡിംഗ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അമ്മീറ്റർ റീഡിംഗ്. അമ്മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ അമ്മീറ്ററിൽ എന്തിന്റെ റീഡിംഗ് കിട്ടുക? കറന്റിന്റെ ആണ്. കാരണം അമ്മീറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് കറന്റ് ഇൻ ദി സർക്യൂട്ട്. അപ്പോൾ കറന്റ് തന്നെ ഐ ആണ് കാണാൻ പറഞ്ഞത്. ഐ സിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓംസ് ലോ പ്രകാരം ഐ സിക്കൽ ടു വി ബൈ ആർ. വി എത്ര ഇവിടെ 6 ആണ് ബൈ 6. റെസിസ്റ്റൻസ് ആണ് ഇവിടെ 4 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ഇവിടെ കണ്ടത്. കാരണം നമുക്കറിയാം കറന്റ് ഫ്ലോസ് ത്രൂ ഓൾ റെസിസ്റ്റേഴ്സ്. ഇവിടെ 6 എന്ന് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട് ആണ്. അപ്പൊ 4 റെസിസ്റ്ററുകൾ ഉണ്ട്. അതായത് R is equal to R1 plus R2 plus R3 plus R4. അതായത് R is equal to R1 2 R2 3 R3 3 plus R4. അപ്പോൾ 4 റെസിസ്റ്ററുകളുണ്ട്. 2 ohm 3 ohm 3 ohm 4 ohm. അതാണ് ഇവിടെ എഴുതിയത്. ടോട്ടൽ 12 ohm. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ആറിന്റെ വാല്യൂ ഇവിടെ എഴുതാം 12, അതായത് 0.5. ഇത്രയും കറന്റ് അതുകൊണ്ട് 4.5 ആംപിയർ. ഓക്കെ. ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻ ആണ് വോൾട്ട്മീറ്റർ റീഡിംഗ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതില് വോൾട്ട്മീറ്റർ റീഡിംഗ്. വോൾട്ട്മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി റെസിസ്റ്റർ. അപ്പോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാൽ വി ആണ് കാണാൻ പറഞ്ഞില്ല. വി ക്വസ്റ്റ്യൻ ആണ്. ഓംസ് ലോ പ്രകാരം V is equal to I into R. I നേരത്തെ നമുക്ക് കിട്ടി എത്രയാണ്? I എന്ന് പറഞ്ഞാൽ 0.5 ആണ് ഇൻറ്റു R. ഈ R ഏതാണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? R എന്ന റെസിസ്റ്റൻസ് ആണ്. 4 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ വോൾട്ട്മീറ്റർ റീഡിംഗ് ആണ് പറഞ്ഞത്. വോൾട്ട്മീറ്റർ എവിടെ ഉള്ളത്? വോൾട്ട്മീറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് 2 ohm റെസിസ്റ്റർ. ഇവിടെയാണ് വോൾട്ട്മീറ്റർ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് അറിയേണ്ടത്. അതായത് ഇവിടുത്തെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ R1 കൊടുക്കുക. അപ്പൊ 2 ohm 0.5 into 2 എന്ന് പറഞ്ഞാല് 1 വോൾട്ട്മീറ്റർ റീഡിംഗ് ആണ്. ഇപ്പൊ വോൾട്ട്മീറ്റർ റീഡിംഗ് ആണ്. ഇപ്പൊ 1 വോൾട്ട്. ഓക്കെ. അപ്പൊ ഇന്ന് ഇവിടെ 5 പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തു. ഇനി ഒരു 3 പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. അതിൽ ആദ്യത്തെ 2 ടെക്സ്റ്റ് ബുക്ക് പേജ് 221 ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ 9 ആണ്. പിന്നെ വേറെ ക്വസ്റ്റ്യൻ കൂടി. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ. When a 12-volt battery is connected across an unknown resistor, there is a current of 2.5 milliampere in the circuit. Find the value of the resistance of the resistor. Here, current is given in milliamperes. We need current in amperes. Therefore, we should convert current into amperes. 1 ampere is equal to 1000 milliamperes. That is, 1 milliampere is equal to 1/1000 amperes, or 1 milliampere is equal to 1 into 10 raised to minus 3 amperes. 2.5 milliampere is equal to 2.5 into 10 raised to minus 3 amperes. A battery of 9 volt is connected in series with the resistors of 0.2 ohm, 0.3 ohm, 0.4 ohm, 0.5 ohm and 12 ohm respectively.
how much current would flow through the 12 ohm resistor? Three resistors of 10 ohm, 15 ohm and 20 ohm are connected in series in a circuit. If the potential drop across the 15 ohm resistor is 3 volt, find the current in the circuit and potential drop across the 10 ohm resistor.